ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 288. നമ്മളിന്ന് പുതിയൊരു ഉപനിഷത്തിലേക്ക് കടക്കുകയാണ്. 60ാമത്തെ ഉപനിഷത്തായിട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്വേതാശ്വതരോപനിഷത്താണ്. ഇതിലും പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിവിശേഷം, ബ്രഹ്മത്തെ പറ്റിയെല്ലാമുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേക തരത്തിൽ വിവരിച്ച് നമുക്ക് തരുവാൻ ശ്രമിക്കുകയാണ്. കാരണം അതിനെ രൂപവും ഭാവമൊന്നും ഇല്ലാതെ അതിനെ പല രൂപത്തിൽ വ്യാഖ്യാനിച്ച് തരികയാണ്. ഏത് രൂപത്തിലാണ് ആൾക്കാർക്ക് മനസ്സിലാവുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ ചിന്തകളെ ഉണർത്തിക്കൊണ്ട് നമ്മളെ ചിന്ത അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ശ്രമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് 1ഉം 2ഉം മാത്രമാണ് മന്ത്രങ്ങൾ. അധ്യായം 1-ലെ 1ഉം 2ഉം മന്ത്രങ്ങൾ. അപ്പോൾ ഇതിലെന്താണ് 1-ൽ പറയുന്നതെന്ന് വെച്ചാൽ, പരബ്രഹ്മ പരമാത്മാവിനെ പറ്റിയുള്ള അതിനെപ്പറ്റി അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള ഒരു ചർച്ച നടത്തുന്ന വേദിയിൽ അവരെ കുറേ പണ്ഡിതരെല്ലാം ഉണ്ടാവും. അവർ പഠിക്കാനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പരബ്രഹ്മ പരമാത്മാവിനെ മനസ്സിലാക്കാൻ, എന്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു യോഗത്തിൽ ചർച്ച നടക്കുന്ന സമയത്ത് ചില ജിജ്ഞാസുകൾ പറയുകയാണ്, അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ചിലവർ പറയുകയാണ്. വേദങ്ങളെല്ലാം കുറേ വായിച്ചു, അല്ലെങ്കിൽ ഉപനിഷത്തുകൾ പുരാണങ്ങളെല്ലാം കുറേ വായിച്ചു. എന്നിട്ട് അവർക്ക് ചില കാര്യങ്ങൾ കണ്ടു. എന്താണ് കണ്ടത്? സമസ്ത ജഗത്തിൻ്റെയും കാരണമായ ബ്രഹ്മം എന്താണ്? അവർക്കുള്ള സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാമാണ്. അപ്പം ജിജ്ഞാസുക്കൾക്ക് പലതും വായിച്ചിട്ട് അധികമൊന്നും അർത്ഥമൊന്നും പിടികിട്ടിയില്ല. അതുകൊണ്ട് അവരവിടെ കുറച്ചും കൂടി ഉയർന്ന നിലയിലുള്ള വേദപണ്ഡിതരോട് ചോദിക്കുകയാണ്, സമസ്ത ജഗത്തിൻ്റെയും കാരണമായ ബ്രഹ്മം എന്താണ്? ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത് എന്നെല്ലാം വേദത്തിൽ അവിടെ ഇവിടെയെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്. അപ്പം കാരണം ബ്രഹ്മമാണ്. ഈ ബ്രഹ്മം എന്താണ്? കാരണം അതിന് രൂപവും ഭാവമൊന്നുമില്ല. അപ്പോൾ എന്നാലും അതിനെ അറിയണമല്ലോ, മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഓരോ ആളും ചോദിക്കുകയാണ്, ഇതിൻ്റെ ബ്രഹ്മം എന്താണ്? നാമെല്ലാം ഏതിൽ നിന്നും ഉത്ഭവിച്ചു? നമ്മളെല്ലാം ഏതിൽ നിന്നാണ് വന്നത്? നാമെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തികൾ മാത്രമല്ല, ഈ പ്രപഞ്ചം ഒന്നടക്കം ഏതിൽ നിന്നാണ് വന്നത്? അതായത് ശാസ്ത്രലോകം അന്വേഷിച്ച കാര്യം തന്നെ. അവർ ഓരോന്നും പൊട്ടിച്ച് നോക്കിയിട്ട് അവസാനം ഏതിൽ നിന്നാണ് വരുന്നത് നോക്കി അവസാനം ഇലക്ട്രോണും പ്രോട്ടോണും എത്തി ക്വാണ്ടം മെക്കാനിക്സിലെല്ലാം എത്തിയിട്ട് നിന്നു. അവിടെ എത്തിയിട്ട് അവർ അപ്പുറം കിടക്കാൻ കഴിയില്ല. ഇത് അതിൻ്റെ അപ്പുറത്തുള്ള ഏതിൽ നിന്നാണോ വന്നത് എന്നാണ്. നാം എല്ലാം ഏതിൽ നിന്നും ആരിൽ നിന്നും ഉത്ഭവിച്ചു? ആരുടെ പ്രഭയാൽ നാം എല്ലാം ജീവിക്കുന്നു? നമ്മളെല്ലാം ജീവിക്കുന്നുണ്ട്. ഈ നമ്മൾ ജീവിക്കുന്നതിൻ്റെ പിന്നിൽ ആരുടെ ശക്തിയാണുള്ളത്? ഏതോ ഒരു ശക്തിൻ്റെ പിന്നിലുണ്ട്. അതേതാണ്? നമ്മുടെ ആധാരം ഏതാണ്? ആധാരം എന്ന് പറഞ്ഞാൽ അടിത്തറ. ഏതിൽ നിന്നാണോ നമ്മൾ ഉത്ഭവിച്ചു വന്നത്? ഭൂതം, കഴിഞ്ഞതും നമ്മൾ ജനിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ, ഇപ്പോൾ, ഇനി മരിച്ചു കഴിഞ്ഞാൽ ഭാവി, വർത്തമാനം എല്ലാം. ഈ അവസ്ഥയിൽ നമ്മൾ ആരിലാണ് സ്ഥിതി ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ജനിക്കുന്നതിന് മുമ്പിൽ നമ്മൾ എവിടെയായിരുന്നു? ജനിച്ചപ്പോൾ നമ്മളെ ആധാരം എവിടെയാണ്? ഏതിലാണ് നമ്മൾ സ്ഥിതി ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്? ഇനി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത്? നമ്മളെ പരമമായ ആശ്രയം ആരിലാണ്? നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ ആശ്രയിച്ചു കഴിയുന്ന ആരെ ആശ്രയിച്ചാണ് നമ്മളെ നിലനിൽപ്പ് കിടക്കുന്നത്? ഇതെല്ലാണ് അവരുടെ സംശയങ്ങൾ. ഈ ലോകത്തിന് വേണ്ടിയുള്ള വ്യവസ്ഥിതികളെല്ലാം, നമ്മൾ ജീവിക്കുന്നതിനെല്ലാം ഒരു വ്യവസ്ഥിതിയുണ്ട്. അതായത് ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ സൂര്യന് ചുറ്റും ചുറ്റണം. സൂര്യൻ തന്നെ വേറെ തരത്തിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ഇതെല്ലാം ആരാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പിന്നെ നമ്മൾ സൂര്യൻ ചുറ്റുന്നതനുസരിച്ച് നമ്മൾ ജനിക്കുക, മരിക്കുക, ഇങ്ങനെയെല്ലാം ഒരു ചക്രം. കാലങ്ങൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഇങ്ങനെ 4 യുഗങ്ങൾ
മനുഷ്യരിൽ തന്നെ പഠിക്കുന്ന കാലഘട്ടം, പിന്നെ ഒരു മദ്യം, പിന്നെ വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെയെല്ലാം ഉള്ളൊരു വ്യവസ്ഥിതി ആരാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇങ്ങനെ മഴ പെയ്യണം, ഇന്ന സീസണിൽ മഴ പെയ്യണം, ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി ഈ ലോകത്തിലുണ്ട്. അതെല്ലാം ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതെല്ലാം അവരുടെ സംശയം. ഇപ്പം രണ്ടിൽ ഇനി പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിദ്വാൻമാരായ വേദപണ്ഡിതൻ, ഇത് ജിജ്ഞാസുക്കളാണ് ചോദിച്ചത്, അത് പഠിക്കുന്ന ആൾക്കാരെന്ന് വേണമെങ്കിൽ കാണാം. പിന്നെ വേദപണ്ഡിതരായ ചിലവർ പറഞ്ഞു, വേദശാസ്ത്രങ്ങളിൽ, വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് സയൻസാണ്, വേദത്തിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ആരിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം സയൻസിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദശാസ്ത്രം എന്ന് പറയുന്നത്. ആത്മീയവാദികൾ എന്ന് പറയുന്നവർ ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാക്കാതെ അത് വേറെ എന്തെല്ലോ സാധനമാണ്, അതിന് സയൻസ് ഒന്നും ഇല്ല എന്നെല്ലാം പറഞ്ഞു കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ശാസ്ത്രമാണ്. വേദശാസ്ത്രങ്ങളിൽ പലതരത്തിൽ ഇത് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അവർ പുസ്തകമെല്ലാം വായിച്ചപ്പോൾ, ഈ പണ്ഡിതര് പുസ്തകമെല്ലാം വായിച്ചപ്പോൾ അവർക്ക് പലതരത്തിൽ പറയുന്നതായിട്ട് അവർക്ക് തോന്നി. ആ പലതരത്തിൽ പറഞ്ഞാൽ അവർ ഓരോന്നായിട്ട് എടുത്തു പറയുകയാണ്. ചിലയിടത്ത് കാലമാണ് കാരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം മഹാഭാരത കഥയെല്ലാം പറയുമ്പോൾ ഞാൻ കാലമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം പോകുന്നത്. കാരണം ഓരോ കാലങ്ങളിലാണ് ഓരോന്ന് സംഭവിക്കുന്നത്. നമുക്കറിയാലോ, കാലത്തിനനുസരിച്ചാണ് നമ്മൾ ജനിക്കുന്നത്. ഒരു സമയം ജനിക്കുന്നു, ഒരു പ്രത്യേക സമയത്തുമ്പോൾ നമ്മൾ കമഴ്ന്ന് വീഴുക, സ്വയം കമഴ്ന്ന് വീഴുകയല്ല. പിന്നെ ഒരു സമയം വരുമ്പോൾ മുട്ടുകുത്തുക, പിന്നെ പിടിച്ചു നിൽക്കുക. ഇതിനെല്ലാം ഒരു സമയക്രമമുണ്ട്. അപ്പം ഇത് നമ്മളെ കൊണ്ടുപോകുന്ന ഏതാണ്? കാലമാണ്. കാലം സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും സമയം അടിസ്ഥാനമാക്കി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സമയം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ സ്കൂളിലും ഓഫീസിലും പോകുന്നത് രാവിലെ എന്ന് പറയുന്നത് എന്താണ്? സമയമല്ലേ. രാവിലെ നമ്മൾ ചായ ദോശ ഉണ്ടാക്കി തിന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ദോശയെല്ലാം ഉണ്ടാക്കുന്നത് ചോറാണല്ലോ. അപ്പോൾ എല്ലാം സമയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം സമയമാണ് കാരണമെന്ന് ചിലയിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. എല്ലാം ബ്രഹ്മമാകുന്നു എന്ന സത്യപ്രകാരം കാലവും ബ്രഹ്മമാണെന്ന് പറഞ്ഞു വെച്ചിരിക്കും. അപ്പം അത് വായിക്കുന്നവർക്ക് കാലമാണ് ഈശ്വരൻ എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നതല്ല. ചിലയിടത്ത് കൃഷ്ണനെ വെച്ചുകൊണ്ട്, ഭാഗവതത്തിൽ വരുമ്പോൾ കൃഷ്ണനെ വെച്ചുകൊണ്ട് പറയുന്നതുകൊണ്ടാണ് കൃഷ്ണനെ ഈശ്വരനായി എടുത്തത്. യഥാർത്ഥത്തിൽ ഭാഗവതത്തിൽ പറയുന്നത് കൃഷ്ണനുമല്ല, ആ പരമമായ ശക്തിയെയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന രാധേ ശ്രീഹരിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളതിനെ എന്താക്കി? കൃഷ്ണനാക്കി. ഇപ്പം കാലമാണ് എല്ലാം എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ഞാൻ കാലമാകുന്നു എന്ന് പറഞ്ഞിട്ട് മഹാഭാരത കഥയെല്ലാം തുടങ്ങുമ്പോൾ TV കണ്ടിട്ടില്ലേ? നമ്മൾ വിചാരിക്കും കാലമാണ് അപ്പം ബ്രഹ്മം എന്ന നിലയിൽ ചിന്തിച്ചു പോകും. പക്ഷെ വേദം പറയുമ്പോൾ കാലം എന്ന് പറഞ്ഞാലും കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം കൃഷ്ണന്റെ കഥ വെച്ച് പറയുമ്പോൾ അവിടെ കൃഷ്ണനെ ഈശ്വരനായിട്ട് പറയും, ശിവനെ വെച്ച് പറയുമ്പോൾ ശിവനെ ഈശ്വരനായിട്ട് പറയും. ആരെ വെച്ചിട്ടാണ് പറയുന്നത് അവർ ഈശ്വരനായിട്ടെന്ന് പറയും. കാരണം എല്ലാം ഈശ്വരനാണ്. പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല. ചിലയിടത്ത് സ്വഭാവത്തെ കാരണമായിട്ട് പറയുന്നുണ്ട്, സ്വഭാവം വെച്ചിട്ട് കാരണമായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു തെങ്ങിൻ്റെ വിത്ത് നട്ടു കഴിഞ്ഞാൽ ആ സ്വഭാവം അനുസരിച്ചിട്ടുള്ള തെങ്ങാണ് മുളച്ചു വരിക. ഒരു വെണ്ടേൻ്റെ വിത്ത് നട്ടു കഴിഞ്ഞാൽ ആ വെണ്ടക്കനുസരിച്ചിട്ടുള്ള വെണ്ടേൻ്റെ ചെടി അനുസരിച്ചാണ് അത് വളർന്നു വരിക.
അതിലെ സ്വഭാവം, ഒരു വസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അതിൽ നിന്നും പുതിയ പുതിയ ഉണ്ടായി വരുന്നത്. അപ്പോൾ സ്വഭാവം വെച്ചിട്ടും ചിലയിടത്ത് പറയുന്നുണ്ട്. അങ്ങനെയും വേദത്തിൽ പറഞ്ഞു കാണുന്നുണ്ട്. സ്വഭാവമാണ്. കാരണം ബീജഗുണത്തിനനുസരിച്ച് വൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ ബീജത്തിൻ്റെ ഗുണമനുസരിച്ച് മനുഷ്യൻ്റെ ബീജനമാണെങ്കിൽ അത് മനുഷ്യരായിട്ട് ജനിച്ചു വരും. അപ്പോൾ എന്താണ്? ആ സ്വഭാവമാണ്. അപ്പം സയൻസ് എല്ലാം ഏകദേശം ആ സ്വഭാവം അനുസരിച്ചിട്ടാണ്, ആറ്റങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അതിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളെല്ലാം കൂടിച്ചേരുന്നതിനെല്ലാം കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ സ്വഭാവം അനുസരിച്ചാണ് പഠിക്കുക. നമ്മളിപ്പോൾ ഒരു വീട്ടിൻ്റെ കട്ടിൽ ഉണ്ടാക്കുമ്പോൾ മരത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ആ കട്ടിലിൻ്റെ ഗുണം. മാവ് കൊണ്ടുണ്ടാക്കാം, തെങ്ങ് കൊണ്ടുണ്ടാക്കാം, തേക്ക് കൊണ്ടുണ്ടാക്കാം, അലൂമിനിയം കൊണ്ടുണ്ടാക്കാം. അപ്പോൾ അതിൻ്റേതായ ഉണ്ടാക്കുന്ന ഏതിൽ നിന്നാണോ അതിൻ്റെ ഗുണത്തിനനുസരിച്ച കാരണം അതായിട്ട് വരാം. ചില സ്ഥലങ്ങളിൽ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചിലവർ അതായിട്ട് എടുത്തെന്ന് വരും. ചിലയിടത്ത് കർമ്മത്തെ കാരണമായിട്ട് പറയുന്നുണ്ട്. കർമ്മം, അതായത് കർമ്മഫലം അനുഭവിക്കാനാണ് നമ്മൾ ജനിക്കുന്നതെന്നെല്ലാം ചിലയിടത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എനിക്ക് ആ കർമ്മമാണ് ഭഗവാൻ, ആ ബ്രഹ്മം. കാരണം എന്താണ്? കർമ്മത്തിനനുസരിച്ചാണ് ജീവികൾ ഓരോ യോനികളിൽ ജനിക്കുന്നത്. മനുഷ്യൻ്റെ ജോലി ചെയ്യാനാണെങ്കിൽ മനുഷ്യ യോനിയിൽ ജനിക്കും. കർമ്മം ചെയ്ത് തീർക്കാൻ, മനുഷ്യൻ്റെ കർമ്മം ചെയ്ത് തീർക്കാനാണെങ്കിൽ മനുഷ്യ യോനിയിൽ ജനിക്കും. അല്ല പുല്ല് നിന്നിട്ട് പാലുണ്ടാക്കിയാൽ മതിയെങ്കിൽ പശുവായിട്ട് ജനിക്കും. അപ്പം കർമ്മത്തിനനുസരിച്ച് കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജനിക്കുന്നത്. അപ്പം കർമ്മം ഒരു കാരണമായി തീരാം. അങ്ങനെ ചിലയിടത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോരാളും അവൻ്റെ കർമ്മഫലം അനുഭവിക്കാനാണ് ജനിച്ചു വന്നിരിക്കുന്നത്. അപ്പം കർമ്മത്തെ ബ്രഹ്മമായിട്ട് എടുക്കാം. കാരണം കർമ്മത്തിൻ്റെ അനുസരിച്ചാണ് എല്ലാവരും ജനിക്കുന്നത്. അപ്പം കർമ്മത്തെയും എടുക്കാം. ചിലയിടത്ത് ആകസ്മിക സംഭവങ്ങളും കാരണമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ യുക്തിവാദികൾ അങ്ങനെയൊന്നുമല്ല പറയുക. അത് വേദങ്ങളിലും ചിലയിടത്ത് പറയുന്നത് ആകസ്മികമായിട്ട് പെട്ടെന്ന്, വേറെ കാരണങ്ങളൊന്നും നമുക്ക് കാണില്ല. പെട്ടെന്ന് ഇപ്പം കൊറോണ വൈറസ് എല്ലാം പെട്ടെന്ന് വന്നതല്ലേ, അതുമാതിരി ചില സമയത്ത് പെട്ടെന്നെല്ലാം കയറി വരാം. അപ്പം ആകസ്മികമായ കാരണങ്ങളും അതിനാണ് വിധി എന്ന് പറയുന്നത്. ആകസ്മികം നമുക്ക് പറയാൻ പറ്റില്ല, വിധി. അപ്പം നമ്മൾ കഷ്ടപ്പെടുമ്പം പറയും നിൻ്റെ വിധിയാണത്, എന്ത് ചെയ്യാൻ പറ്റും, തലയിലെ വര മായ്ക്കാൻ പറ്റില്ലല്ലോ, അപ്പം അത് നിൻ്റെ വിധിയാണ്. അങ്ങനെയും ചിലയിടത്ത് പറഞ്ഞു കാണുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങളെല്ലാം വേദത്തിൽ പറയുമ്പോൾ അത് അവൻ്റെ വിധിയാണ് എന്ന് പറയുമ്പോൾ, അപ്പം വിധിയാണോ ഇതിൻ്റെ എല്ലാം പിന്നിൽ കാരണക്കാരൻ? ബ്രഹ്മം വിധിയാണോ? ചിലയിടത്ത് പഞ്ചമഹാഭൂതങ്ങളെ പറ്റി എല്ലാം പറയുന്നുണ്ട്. പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചത് പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടാണ്. കരദ്രവവാത ഊർജം, സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജി, ഇത്തരം വസ്തുക്കളെ കൊണ്ട് പിന്നെ ആകാശം ഉണ്ടാക്കി അതാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആകാലം, പഞ്ചഭൂതങ്ങളും ആകാലം. പ്രപഞ്ചം ഉണ്ടാക്കിയ ആധുനിക സയൻസ് പറയുന്നത് എന്താണ്? ഇലക്ട്രോണും പ്രോട്ടോണിൽ നിന്നാണ്, ആറ്റങ്ങളിൽ നിന്നാണ് ഉണ്ടായത്, രുദ്രന്മാരിൽ നിന്നുണ്ടായത് എന്ന് ചിലയിടത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇന്നതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, രുദ്രനിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ എന്നാൽ രുദ്രൻ തന്നെയാണ്, കിടക്കട്ട് രുദ്രൻ തന്നെയാണ് ബ്രഹ്മം എന്ന് ധരിച്ചു പോയാൽ. ചിലവർ ജീവാത്മാവിനോട് ജഗത്തിൻ്റെ കാരണമായി പറയുന്നുണ്ട്. ഈ ജീവാത്മാവ് ഒരു പ്ലാൻ, ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പരമാത്മാവ് എന്നാലും പറയുമ്പോൾ ഒരു പ്ലാനാണ്. ഒരു പ്ലാനിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. പ്ലാനില്ലാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പം എല്ലാത്തിനും ഒരു വീടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ട്. ഒരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ട്. അതാണ് ആ പാചക കുറിപ്പ്. അപ്പം അതാണെന്നും പറയാം. ചിലയിടത്ത് അങ്ങനെ പറഞ്ഞിരിക്കും. എന്നിട്ട് അവർ തന്നെ അവിടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. എന്നാൽ സൂക്ഷ്മമായി ചിന്തിച്ചാൽ കാലം മുതൽ പഞ്ചമഹാഭൂതങ്ങൾ വരെ പറഞ്ഞിരിക്കുന്ന ജഡപദാർത്ഥങ്ങൾ ഒന്നും ജഗത്തിൻ്റെ കാരണമാകുന്നില്ലെന്ന് കാണാം. ഇതെല്ലാം ജഡപദാർത്ഥങ്ങളാണ്.
അതൊന്നും ജഗത്തിൻ്റെ കാരണമായി വരുന്നില്ല. കാരണം ജഡപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഹൈഡ്രജനും ഓക്സിജനും ആറ്റങ്ങൾ കൂടി ജഡപദാർത്ഥങ്ങളാണ്. അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായെന്ന് ചോദിച്ചാൽ യുക്തിവാദികൾ ചോദിക്കപ്പം പിന്നെ അതിൻ്റെ മുമ്പിൽ എന്താണ് ഉണ്ടായിരുന്നത്, അതേത് ഇവിടുന്ന് ഉണ്ടായി എന്ന് ചോദ്യം വരും. അപ്പം അതൊരു പൂർണ്ണമായ ഉത്തരം ആകുന്നില്ല. ഇവയെല്ലാം ജഡവസ്തുക്കളാകിയാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിവില്ല. അപ്പം അതെല്ലാം ജഡവസ്തുക്കളാണ്, അതിന് സ്വതന്ത്രമായി വർത്തിക്കാൻ കഴിയില്ല. ജഡവസ്തുക്കൾ ഉദാഹരണമായിട്ട് കല്ല് മണ്ണ് കൊണ്ട് തന്നെയാണ് വീടുണ്ടായിരിക്കുന്നത്. കല്ലും മണ്ണും എല്ലാം കൂട്ടിയിട്ട് തന്നെയാണ് വീടുണ്ടായിരിക്കുന്നത്. പക്ഷേ കല്ലും മണ്ണും സ്വയം വിചാരിച്ചിട്ട് വീടായി മാറുമോ? ഇല്ല, മാറില്ല. അതുകൊണ്ട് ജഡവസ്തുക്കൾ കുറേ ഇവിടെ ഭൂമിയിലെ കല്ലും മണ്ണും എല്ലാം ഉണ്ടായി, പക്ഷെ അത് പ്രപഞ്ചമായി മാറി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവർക്ക് സ്വയം അതാകാനുള്ള കഴിവില്ല. ജഡവസ്തുക്കളുടെ സംയോഗത്തിൽ നിന്നും പുതിയൊരു വസ്തു ഉണ്ടാകുന്നുവെങ്കിൽ അത് അതിൻ്റെ ചേതനയായ ആത്മാവിൻ്റെ അധീനതയാണ് ഉള്ളത്. അപ്പം ഒരു വസ്തു വേറൊന്നായിട്ട് മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചേതനാരൂപമായ ഒരു ആത്മാവ് ഉണ്ടാകണം. ഉദാഹരണമായിട്ട് അരിയും വെള്ളവും ഉണ്ട്, അത് ചോറായി മാറണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ആത്മാവ് ഉണ്ടാവണം. ആത്മാവ് എന്ന് പറയുന്ന ഒരു പ്ലാൻ അനുസരിച്ച് മാത്രമേ അതെന്തായി മാറുകയുള്ളൂ, ചോറായിട്ട് മാറുകയുള്ളൂ. അരിയും വെള്ളം ഇവിടെയുണ്ട്, പക്ഷെ അത് ചോറാണ്ടിക്ക് അതിനൊരു പ്ലാനുണ്ട്. അതിൻ്റെ പിന്നിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാനുണ്ട്. ചോറ്, അരിയും വെള്ളവും, അരി വെള്ളത്തിലിട്ട് ഇത്ര നേരം ചൂടാക്കി കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് ഘടനയിൽ മാറ്റം വന്നിട്ട് അതൊരു തിന്നാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറുമെന്നുള്ളൊരു ജീവാത്മാവ് എന്ന് പറയുന്നത് ഒരു പ്ലാനാണ്. ഒരു പ്ലാനുണ്ട്. ആ പ്ലാനില്ലാതെ അത് നടക്കില്ല. അപ്പം ആ ഒരു പ്ലാനിൻ്റെ, അതാണ് ആത്മാവിൻ്റെ അധീനതയിലാണതുള്ളത്. അപ്പോൾ ആത്മാവനുസരിച്ച്, ആ പ്ലാൻ അനുസരിച്ച് മാത്രമേ അത് പുതിയൊരു വസ്തുവായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഒരു വസ്തു വേറൊന്നായി മാറണ്ടെങ്കിൽ, അങ്ങനെയാണല്ലോ സൃഷ്ടി, ആദ്യം ഒന്നുണ്ടായി അതിന് പിന്നെ മാറി മാറി വന്നിട്ട് വരണ്ടെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ടാകണം, അതുറപ്പാണ്. പക്ഷേ പ്ലാൻ കൊണ്ട് മാത്രം സംഭവിക്കുമോ? ഇതിനും കൂടാതെ പുരുഷൻ അഥവാ ജീവാത്മാവ് ജഗത്തിൻ്റെ കാരണമായി മാറുന്നില്ല. പക്ഷേ ആ പ്ലാൻ ജഗത്തിൻ്റെ കാരണമായി മാറുന്നില്ല. പ്ലാൻ മാത്രം ഉണ്ടായാൽ ഒരു വീടുണ്ടാക്കേണ്ടിക്ക് ഒരു പ്ലാനുണ്ട്, ജഡവസ്തുക്കളും ഉണ്ട്. അപ്പം കല്ലുണ്ട്, മണ്ണുണ്ട്, സിമെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, ആവശ്യത്തിനുള്ള വെച്ചിട്ടുണ്ട്, കെട്ടേണ്ട സ്ഥലവുമുണ്ട്, ഒരു പ്ലാനും ഉണ്ട്. അപ്പം പ്ലാൻ അനുസരിച്ച് തന്നെയാണ് കെട്ടിടം ഉണ്ടാവുക, അതിൽ സംശയമൊന്നുമില്ല. ആ കല്ലെല്ലാം പ്ലാൻ അനുസരിച്ച് കെട്ടിടമായി മാറും. പക്ഷേ അത് പ്ലാൻ അവിടെ വെച്ചത് കൊണ്ട് അത് കെട്ടിടമായി മാറില്ല. അപ്പം അതിൻ്റെ പിന്നിൽ എന്ത് വേണം? അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം, അതിനാണ് നമ്മൾ ഇന്ദ്രൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ദ്രനൊരു ലോ ലെവലിൽ അതിനെ ഏകോപിപ്പിക്കുക എന്ന ശക്തി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്ലാനിനെ പിന്നിൽ ഏകോപിപ്പിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഇല്ലാതെ, അതിന് മുകളിൽ ഒരാളില്ലാതെ, അതായത് മനുഷ്യരില്ലാതെ, അല്ലെങ്കിൽ മേസ്ത്രി ഇല്ലാതെ, വേറൊരു ശക്തി ഇല്ലാതെ, പ്രപഞ്ചം ഉണ്ടാകുന്ന കാര്യത്തിൽ മേസ്ത്രി ഒന്നുമില്ലല്ലോ, അവിടെ ഒരു മേസ്ത്രിമാരി ആരുമില്ല. അപ്പം വേറൊരു ശക്തി വേണം. അതാരാണ്? ഈ വസ്തുക്കളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ പുതിയ പ്ലാനെല്ലാം ഉണ്ടാക്കി വെച്ചത് ആരാണ്? അപ്പം കൂടാതെ പുരുഷൻ അഥവാ ജീവാത്മാവ് ജഗത്തിൻ്റെ കാരണമാകില്ല. കാരണം അത് സുഖദുഃഖങ്ങളുടെ ഹേതുബോധമായ പ്രാരബ്ധങ്ങൾക്ക് അധീനമാണ്. ജീവാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശക്തി വിശേഷം, നമ്മളെ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്ന, നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞാൽ നമ്മളെങ്ങനെയെല്ലാം മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്ലാനിനാണ്, നമ്മുടെ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണമെന്നൊരു പ്ലാനിനാണ് ജീവാത്മാവ്. അതുമാതിരി പ്രപഞ്ചത്തിനും
ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ ആ പ്ലാൻ മാത്രം ഉണ്ടായാൽ, അല്ലെങ്കിൽ വീട്ടിനൊരു പ്ലാൻ ഉണ്ട്, പ്ലാൻ മാത്രം ഉണ്ടായാൽ അത് വീടാവില്ല. ആരോ അതിൻ്റെ പിന്നിൽ, ആ പ്ലാൻ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലും ആരോ ഒരുത്തനുണ്ട്. എന്നിട്ട് അതിനെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ആ പ്ലാൻ ഉണ്ടാകുന്നതിനും പ്ലാൻ അനുസരിച്ച് വസ്തുക്കൾ, ജഡവസ്തുക്കൾ ഉണ്ടാകുന്നതിനും പിന്നെ അതിനെ ഈ ജീവനുള്ള വസ്തുക്കളും പ്രപഞ്ചമായി മാറ്റുന്നതിന് പിന്നിൽ ഒരു ശക്തിവിശേഷം ഉണ്ടായേ തീരും. കാരണം അതിനാൽ സ്വതന്ത്രമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പ്ലാൻ ഉണ്ടെങ്കിലും പ്ലാനിന് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിനാൽ കാരണം മറ്റെന്തോ ആണ്. ഇപ്പം പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു പ്ലാന്, ജഡവസ്തുക്കൾ ഉണ്ടായാൽ പോരാ, ജഡമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായാൽ പോരാ. ജഡത്തിലുള്ള ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പെട്ടെന്ന് കൂടിച്ചേരാനുള്ള കഴിവൊന്നുമില്ല. കൂടിച്ചേരണമെങ്കിൽ ഒരു പ്ലാന് വേണം, ഒരു ആത്മാവ് വേണം, ഒരു പ്ലാന്. ആ പ്ലാൻ അനുസരിച്ച് കൂടിച്ചേരുള്ളൂ. പക്ഷെ പ്ലാൻ ഉണ്ടായാലും അതിന് സ്വയം കൂടിച്ചേരാനുള്ള കഴിവില്ല. ഒരു വീട്ടിൻ്റെ പ്ലാന് വരച്ചിട്ട് പ്ലാനോട് നീ പോയിട്ട് അതേപോലെ വീടുണ്ടാക്കുക, കല്ലും മണ്ണും ഇതാ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വീടാകില്ല. സാമ്പാറിൻ്റെ സാധനങ്ങളെല്ലാം വെച്ച് സാമ്പാർ ഉണ്ടാക്കേണ്ട വഴിയും പറഞ്ഞോളൂ, ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ പേപ്പറോട് പറയുകയാണ് പ്ലാനോട് നീ പോയിട്ട് സാമ്പാറാക്കി, ഇതിനെ സാമ്പാറാക്കുന്നു പറഞ്ഞാൽ നടക്കുന്നില്ല. അതിന് ഒരാൾ ഇറങ്ങിത്തിരിക്കണം. അപ്പം അതാരാണ് ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തിവിശേഷം ഏതാണ്? അതുകൊണ്ട് അവർ പറയുകയാണ് ഇതിൻ്റെ കാരണം ഇതൊന്നുമല്ല, മറ്റെന്തോ ആണ്. അടുത്തത് പിന്നെ അവർ എന്താ ചെയ്തതെന്നുള്ളത് അടുത്തേക്ക് നമുക്ക്